ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞയാഴ്ച നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട ആദരവും ബഹുമാനത്തെക്കുറിച്ചാണ്, അവരോടുള്ള ബാധ്യതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ വിഷയം സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾ വ്യക്തിപരമായും അല്ലാതെയുമായി ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ആ സംശയങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചോദിക്കുന്നൊരു കാര്യം, പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആവതുള്ള കാലത്ത് ഇത്തരം ഇസ്ലാമികമായ വിജ്ഞാനങ്ങളോ അറിവോ ഞങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അത്രമാത്രം ദീനീയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്തു പോയി. പൊരുത്തപ്പെടിയിപ്പിക്കാനോ അവരുടെ തൃപ്തിയോടുകൂടി ജീവിക്കുവാനോ സാധിക്കുകയുമില്ല. അവരീ ദുനിയാവിൽ ബാക്കിയുമില്ല. ഇനി എന്താണ് ചെയ്യുക? സങ്കടത്തോടെയാണ്, ആത്മാർത്ഥമായിട്ടാണ്, പരിഹാരം തേടിയിട്ടാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുള്ളത്. ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലക്കൊരു കാര്യം, നിലവിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് പറയണം. ഞാനടക്കമുള്ള ഓരോരുത്തരും ഈ ഒരു ദുഃഖം എല്ലാവരുടെ മക്കളെ മനസ്സിലുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് കയറി വരുമ്പം സലാം അടക്കാൻ അവിടെ ഒരു വാപ്പല്ലാത്തൊരു കാലം വന്നാൽ, നമ്മളൊരു സങ്കടം വന്നിട്ട് വീട്ടിൽ കയറി വരുമ്പം ഉമ്മാന്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ ഇമ്മല്ലാത്തൊരു കാലം വന്നാൽ നമ്മൾ ആകാശത്തിന്റെ ഭൂമിന്റെ നടുക്കങ്ങനെ നിൽക്കുന്നുണ്ടാവും. ബാക്കി ആരുണ്ടായാലും ഇവർക്ക് പകരാകൂല, എന്തു പറഞ്ഞാലും. അപ്പൊ ഉള്ള കാലത്ത് നമ്മൾ പിന്നീട് സങ്കടപ്പെടാതിരിക്കുവാൻ അവരെ പരമാവധി നമ്മൾ പരിലാളിക്കണം. നമ്മളാൽ ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ നമ്മൾ ചെയ്യണം. ഭർത്താക്കന്മാരോട്, സ്വന്തം ഭാര്യമാരുടെ ബാപ്പാക്കോ ഉമ്മാക്കോ പ്രയാസം ഉണ്ടാവുമ്പോൾ പോകാൻ അനുവദിക്കുന്ന കരുണുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അവനാന്റെ ഉപ്പാനും ഉമ്മാനും അവർ സന്തോഷത്തോടുകൂടി നോക്കണമെങ്കിൽ, അവരുടെ മനസ്സിൽ വെറുപ്പില്ലാതെ നോക്കണമെങ്കിൽ, അവരുടെ വാപ്പാക്കും ഉമ്മാക്കും പ്രയാസം വരുമ്പോൾ സ്വന്തം ബാപ്പിയമ്മയായിട്ട് കാണാനുള്ളൊരു മനസ്സ് പടച്ചോൻ നമുക്ക് നൽകണം. അത് അനുവദിക്കണം. ആത്യന്തികമായി പറഞ്ഞൊരു വാചകം, ലാ യദ്ഖുലുൽ ജന്ന, ഒരിക്കലും സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയൂല മൻ അഅഖ വാലിദൈ, വാപ്പാനും ഉമ്മാനും വേദനിപ്പിച്ച് ജീവിക്കണ ഒരാൾ. അള്ളാഹു നമ്മൾക്ക് പാപമോചനവും നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എങ്കിൽ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ ഒന്നാകാം, രണ്ടാകാം.
അവരോട് നമ്മൾക്ക് എന്തെങ്കിലും കടമകളുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിവില്ലായ്മ മൂലം ചെയ്തു പോയ പാപങ്ങൾ എന്താ ചെയ്യുക? ഒന്നാമത്തേത്, അള്ളാഹിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണം. ചെറിയ തെറ്റല്ല, നമ്മുടെ അറിവുകേട് കൊണ്ടാകാം, അബദ്ധങ്ങൾ കൊണ്ടാകാം, നമ്മൾ ആ സമയത്ത് ദീനിയാകാത്തത് കൊണ്ടാകാം, എന്തായിക്കോട്ടെ. നമ്മുടെ ജീവിതത്തിൽ വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ സങ്കടം ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ അവരില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അള്ളാഹിനോട് മനസ്സറിഞ്ഞ് പറഞ്ഞ് തൗബ ചെയ്യാന്നുള്ളത്. അള്ളാഹുവേ, എന്റെ ജീവിതത്തിൽ അറിവില്ലായ്മ മൂലം ഇങ്ങനെ സംഭവിച്ചു പോയി നാഥ, പടച്ചോനെ നീ അത് പരലോകത്തേക്ക് മാറ്റിവെക്കാതെ പുറത്തു തരേണമേ എന്ന് ആ വിഷയം നേർക്കുനേരെ പടച്ചോനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം. എങ്ങനെ പോരാ അറിയോ സങ്ങളെ? സ്തഗ്ഫിറുല്ലാ 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 എന്ന് ചെല്ലിണിയില് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ആ കാര്യം കൂടി ഉദ്ദേശിച്ചിക്കണ് എന്ന് പോരാ. ഞാൻ അള്ളാന്റെ അടുത്ത് പറയണം. വാപ്പാണ്ട് സംസാരിച്ചതിൽ, ഉമ്മാണ്ട് പെരുമാറിയതിൽ, ഞാൻ വർത്താനം പറഞ്ഞതിൽ പടച്ചോനെ എന്റെയൊക്കെ അബദ്ധം പറ്റിയിക്കണ് നാഥ, ഞാനതാ പടച്ചോനെ എല്ലാ തെറ്റുകളും നിന്നോട് ഏറ്റുപറയുന്നു നാഥ, നീ പുറത്തു തരണം, ബാപ്പാനിമ്മാനെ ഞങ്ങൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് എന്തെങ്കിലും ബാധ്യത ഉണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഒരു സഹാബി വന്നു. എന്നിട്ട് പ്രവാചകന്റെയോട് ഇതേ ചോദ്യം ചോദിച്ചു. നബിയെ, പ്രവാചകനോട് ചോദിക്കാൻ, പ്രവാചകരെ എന്റെ വാപ്പിയമ്മയും മരിച്ചു, എന്റെ വാപ്പിയമ്മയും മരിച്ചു. ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ അബർറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ. എന്റെ വാപ്പിയമ്മയും മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്ന വാപ്പാണ്ടുമ്മാടുള്ള കടമയൊക്കെ ഞാൻ പരമാവധി നിർവഹിച്ചിട്ടുണ്ട്. മരിച്ചുപോയ വാപ്പാണ്ടുമ്മാടും എന്തെങ്കിലും കടമകൾ ഉണ്ടോ? സഹോദരങ്ങളെ, പ്രവാചകൻ 5 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. അല്ലാതെ പറഞ്ഞതുണ്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. പ്രധാനമായും 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞു, അസ്സലാത്തു അലൈഹിമാ, വാപ്പാക്കുമ്മാക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി പാപമോചനം തേടണം. വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവർ പൂർത്തീകരിക്കാൻ പറഞ്ഞ കരാറുകൾ നീ പൂർത്തീകരിക്കണം. വസിലത്തു റഹ്മല്ലത്തി ലാ തൂസൽ ഇല്ലാ ബിഹിമാ, അവർ നിലനിർത്തിപ്പോന്ന ബന്ധങ്ങളെ നീ മക്കളായ നിങ്ങളും കൂട്ടിയിണക്കി കൊണ്ടുപോകണം. വഇക്റാമു സ്വദീഖിഹിമാ, അവരുടെ കൂട്ടുകാരെ നിങ്ങൾ ആദരിക്കുകയും വേണം. 5 കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാമത്തേത് പ്രവാചകന്റെ വാക്ക് അസ്സലാത്തു അലൈഹിമാ, വാപ്പാക്കുമ്മാക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുപരിചിതമായ ഹദീസ് എല്ലാവർക്കും അറിയാം. ഇദാ മാത്തൽ ഇൻസാൻ, ഒരാൾ മരിച്ചുപോയാൽ, ആ മരിച്ചുപോയാൽ എന്നുള്ളതിൽ നമ്മളിവിടെ പറയണാരെ നമ്മളെ വാപ്പാനിമ്മാനും, നമ്മളെ വാപ്പിയും മരിച്ചുപോയാൽ ഇൻ ഖതഅമലുഹു, അവർക്ക് ദുനിയാവ് ചെയ്യാനുള്ള എല്ലാ അവസരം കഴിഞ്ഞു. എന്നിട്ട് പറയാൻ 3 കാര്യങ്ങളാണ് പിന്നീട് ഖബർക്ക് വരിക. അഥവാ അവർക്ക് പിന്നീട് ഖബറിൽ സന്തോഷം നൽകാൻ, അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, അവരുടെ നന്മകൾ വർദ്ധിക്കാൻ, പടച്ചോന്റെ താല്പര്യങ്ങൾ ലഭിക്കാൻ, അവിടെ തണുപ്പും പ്രകാശവും കിട്ടാൻ പിന്നെ 3 കാര്യങ്ങൾ കൊണ്ടേ സാധിക്കുള്ളൂ. അതിലൊന്ന് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ആ വാപ്പാക്കുമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളുടെ പ്രാർത്ഥനകൾ. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന ഖബറിൽ കിടക്കണ വാപ്പാക്കും ഉമ്മാക്കും സന്തോഷത്തിനും സ്വർഗത്തിനും കാരണമാകും. നമ്മുടെ പ്രാർത്ഥന കുറവ് അവരുടെ സ്വർഗത്തിനും സന്തോഷവർദ്ധനവിനും തടസ്സമാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും വേണം. വല്യാപ്പ അഥവാ നമ്മളെ വാപ്പകൾക്ക് വല്യാപ്പയാണല്ലോ, മക്കളെ വല്യാപ്പാക്കും വല്യമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മുടെ മക്കളോട് പറയുകയും വേണം. എന്താ പ്രാർത്ഥിക്കേണ്ടത് സഹോദരങ്ങളെ? സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കണം, സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, കബറിടത്തിൽ വെളിച്ചം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാൻ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം, ബാപ്പാക്കും ഉമ്മാക്കും അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, പടച്ചോനിന്റെ വാപ്പാക്കും ഉമ്മാക്കും നീ കരുണ ചെയ്യണമേ എന്ന് നാഥനോട് എന്നും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരണം. കാരണം അവർ അങ്ങനെ നോക്കിയതാണ്. ഞാൻ ആവർത്തിച്ചു പറയാൻ, പട്ടിണിയുടെ കാലഘട്ടത്ത് നോക്കിയതാണ്, ശരീരം മുഴുവൻ വിറച്ചു നോക്കിയതാണ്, ആരും സഹായിക്കാനില്ലാത്തപ്പോഴും
നമ്മളെ വിദ്യാഭ്യാസം നൽകി ജോലിയിലേക്ക് എത്തിച്ച് നമ്മൾക്ക് വേണ്ടി ചീത്ത കൊണ്ട്, നമ്മൾക്ക് വേണ്ടി അപമാനിതനായി, നമ്മൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് ജീവിച്ചവരാണ്. അവർക്ക് വേണ്ടി ഒരു ദിവസം 1 മിനിറ്റെങ്കിലും ഇത് പ്രാർത്ഥിക്കാൻ എത്ര ടൈമാ വേണ്ടി? എന്റെ വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹുവേ കബടം വിശാലമാക്കണേ എന്നത് മുതൽ സ്വർഗം നൽകണമേ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ സഹോദരങ്ങൾ ആകെ 1 മിനിറ്റാ വേണ്ടി. ആ 1 മിനിറ്റ് അവനാന്റെ ജീവിതത്തിൽ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ആ കൂട്ടത്തിൽ ഒരു കാര്യം പ്രധാനമായിട്ടും പറയാൻ, അതെന്താണ്? മക്കളോട് പറയാൻ. മക്കളെ, ഞാനടക്കമുള്ള മുഴുവൻ മക്കളോട് പറയാൻ, നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനം എന്താ അറിയോ? വാപ്പിമി മരിച്ചാൽ അപ്പോൾ നടത്തേണ്ട പ്രാർത്ഥനയാണ് മയ്യത്ത് നിസ്കാരം. ഈ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ അറിവുകളിൽ ഒന്നെന്താ അറിയോ? MBBS പഠിക്കുന്ന കുട്ടിനോട് പറയാൻ, MBA പഠിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടിനോട് പറയാൻ, +2 10 എത്രങ്ങാനും നമുക്ക് പഠിക്കാണ്ട്. പക്ഷെ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി 4 തക്ബീറുകൾക്കിടയിൽ 4 പ്രാർത്ഥനയുള്ളൂ. 2 നമുക്ക് കാണാപ്പാടാണ്. ഒന്ന് ഫാത്തിഹാണ്, മറ്റൊന്ന് പ്രവാചകന്റെ പേരിലെ സ്വലാത്താണ്. ബാക്കി അവസാനത്തെ ആകെ 1.5 വരിയുള്ളൂ. പിന്നെ മൂന്നാമത്തത് ആകെ 1 പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫ് പഠിക്കാൻ 10, 25, 30 വയസ്സായിട്ട് നമുക്ക് പറ്റൂലെങ്കിൽ നമുക്ക് വാപ്പാണ്ട് മാറി ഇഷ്ടല്ല എന്നാണ് അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ മരിച്ചാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എന്നെ മണ്ണിലേക്ക് ഇറക്കി വെക്കണതിന്റെ മുന്നിൽ എന്റെ കുട്ടിന്റെ മുന്നിൽ വന്നിട്ട് പടച്ചോനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണല്ലേ. നമ്മളെ വാപ്പാരൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ടാവൂലേ? പള്ളിക്കത്ത് ഉസ്താദാണ് ഇമാമുക്കണ്ടി ആണോ കൂട്ടരെ? ആരുമില്ലെങ്കിലാ പള്ളിക്കത്ത് ഉസ്താദ് നിൽക്കേണ്ടിയത് അല്ലേ? ഹൃദയത്തിന്ന് പ്രാർത്ഥന വരണമെങ്കിൽ നമ്മളെ വാപ്പാനെ നെഞ്ചകത്ത് കൊണ്ടുവന്ന്, നമ്മളെ ഉമ്മച്ചിനെ നെഞ്ചകത്ത് കൊണ്ടുവന്ന് ബാപ്പാനിമ്മാനി കണ്ണാലെ കണ്ട് ഹൃദയത്തിൽ ചേർത്ത് പടച്ചോനോട് അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു എന്ന് പ്രാർത്ഥിക്കുമ്പം അതിന് പടച്ചോൻ നൽകുന്ന ഉത്തരാണ് അവിടെ പാപമോചനവും അവിടെ സ്വർഗവും. ഞാൻ മക്കളോട് പറയാം, മക്കളെ ഉറപ്പായിട്ടും വെക്കേഷനുമാണ്, പഠിക്കണം. നിങ്ങൾക്കറിയാം എങ്കിലും പറയാൻ ഒരു വസിയത്തായി ആകെയുള്ളത് ഒരു പാരഗ്രാഫാണ്. ആ പാരഗ്രാഫ് പഠിക്കണം. എന്നിട്ട് പള്ളിക്കൊക്കെ നമ്മുടെ വീട്ടിൽ അങ്ങനെ അവസ്ഥ വന്നാൽ എന്റെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഞാനാണ് മുന്നിൽ ഉണ്ടാകുക പറയണം. അതാണ് ബാപ്പാന്റെ ഉമ്മാനുള്ള സ്നേഹം. ഇൻഷാ അല്ലാഹ് അതൊരു നീയത്താക്കി വെക്കണം. പെൺകുട്ടികളുടെ മക്കളെ, അവനാന്റെ വീട്ടിൽ നിന്ന് വാപ്പാനും ഇമ്മാനും ജേട്ടനെ ആരെയൊക്കെ ഇവിടെ വാപ്പിമ്മ ആയതുകൊണ്ട് പറയാൻ, വീട്ടിൽ നിന്ന് ഇറക്കണ മുന്നേ നിങ്ങൾ ഇമാമത്ത് നിന്ന് ആ നിസ്കാരം നിർവഹിച്ചിട്ട് നിങ്ങൾ മയ്യത്ത് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഇമാമത്ത് നിൽക്കണം. അവനാന്റെ പഠനങ്ങളും അവനാന്റെ മുഴുവൻ കാര്യം മനസ്സിലാലിക്ക. സ്വന്തം അമ്മാനും ബാപ്പാനും അവിടെ നിന്ന് മയ്യത്ത് പുറത്തേക്ക് ഇറക്കുമ്പം പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനിലേക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്ന കൂട്ടത്തിൽ നമ്മളെ മഹലിലെ നല്ലവരായ പെൺകുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പുരുഷന്മാർക്ക് നിസ്കരിക്കാം. അവിടെ ആരാ ഇമാമക്കേണ്ടത്? സഹോദരിമാരെ, എന്റെ മക്കളെ ആരാണ് പെൺകുട്ടികൾ നിൽക്കേണ്ടത്? നിങ്ങളാ നിൽക്കേണ്ടത്. ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് മയ്യത്ത് നിസ്കാരം നമ്മൾ പഠിക്കണം. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും ചെയ്യേണ്ട ഏറ്റവും വലിയ ദുആകളിൽ ഒന്നാണ് അവർക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം. അപ്പൊ അല്ലാഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മറക്കാതെ പ്രാർത്ഥിക്കണം. കാരണം ഖബറിലേക്ക് മരിച്ചവർക്ക് കിട്ടുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്ന് മക്കളുടെ ആത്മാർത്ഥായ പ്രാർത്ഥനയാണ്. കുറവുണ്ടാകരുത്, കൂടുതലേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് നമ്മുടെ മനസ്സിൽ ബോധ്യം ഉണ്ടാകണം. മക്കളോട് വസിയത്ത് പറയും വേണം, വല്യാപ്പാക്കും വല്യമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് പ്രവാചകൻ പറഞ്ഞ വാക്കെന്തറിയോ? വല്ലിസ്തിഗ്ഫാറു ലഹുമാ. ആ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പാപമോചനത്തിന് തേടണം. വല്ലാത്തൊരു വാചകാണ്. ഒന്നാമത്തെ എന്താണ്? ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി. ആ പ്രാർത്ഥനയിൽ ഇത് പെടൂലേ? പെടും. പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥനയിൽ പെടൂലേ? പെടും. പക്ഷെ രണ്ടാമത്തെ ഭാഗമായിട്ട് നബി പറയാണ്, പക്ഷേ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഖബർ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും സിറാത്ത് പാലം മുറിച്ചെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നബിയെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഇന്റെ വാപ്പാക്കും മാക്കും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ പാപങ്ങളും നീ പൊറുത്തു കൊടുക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. എന്തേ കാരണം സുഹൃങ്ങളെ? സ്വർഗം കിട്ടാനും നരകത്തിന് രക്ഷപ്പെടാനും കപടം വിശാലമാക്കാനും നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകേണ്ട അടിസ്ഥാന ക്വാളിറ്റി എന്താ അറിയോ? പാപങ്ങളില്ലാതെയാവുക എന്നാണ്. അത് നിങ്ങൾ മറക്കാതെ പ്രാർത്ഥിക്കണം. 2. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154
എന്താ പാപമോചനത്തിന്റെ പ്രാർത്ഥന പ്രത്യേകത അറിയോ? ഈ ഹദീസ് കേട്ട നമുക്ക് എത്രമാത്രം വലിയ സന്തോഷാണ് ശരിക്കും ഉണ്ടാകാൻ. നമുക്ക് മരിച്ചുപോയ വാപ്പാനിമാനും വെറുതെ പറഞ്ഞു പോകല്ല, അവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നമ്മൾ കാരണം നമ്മളെ വാപ്പിമ്മി നമ്മളെ കെട്ടിപ്പിടിക്കും. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലാണെങ്കിൽ നമ്മൾ കാരണം അവരെത്തിയ ദറജ വഴി നമ്മളെ അവർ കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. എന്താ പ്രവാചകൻ പറഞ്ഞറിയോ? ഇന്നല്ലാഹ ലയർഫഉ അദ്ദറജത ലിൽ അബ്ദി സ്വാലിഹ് ഫിൽ ജന്ന. അല്ലാഹു ഒരു മനുഷ്യന്റെ സ്വർഗത്തിലുള്ള ദറജ ഇങ്ങനെ കൂട്ടിക്കൂട്ടിക്കൊണ്ടു. മരിച്ചു കഴിഞ്ഞ്, ശരിക്കും കേൾക്കണോ, മരിച്ചു കഴിഞ്ഞ അയാൾക്ക് അല്ലാഹു സ്വർഗത്തിലുള്ള ദറജ അയാളുടെ അമലുകൾ വഴി നിശ്ചയിച്ചിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വർഗത്തിന്റെ ദറജ ഇങ്ങനെ കൂട്ടും. ദറജ കൂട്ടണമെങ്കിൽ അദ്ദേഹം അമല് ചെയ്യണ്ടേ? അപ്പൊ അദ്ദേഹം നമ്മളെ വാപ്പിയമ്മയും അള്ളാഹുവിനോട് നിറക്കണ്ണുമായി പടച്ചോണ്ട് ചോദിക്കാൻ, യഖൂലു യാ റബ്ബി മിൻ ഐന ലീ ഹാദാ. പടച്ചോനെ, എന്റെ ദറജ നീ നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ മുകളിലേക്ക് ഞങ്ങൾ എങ്ങനെ അള്ളാഹ് എത്തുക? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്യാൻ അവസരമില്ലല്ലോ. ഇതെന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ വാക്ക് ഫയഖൂൽ, പടച്ചോൻ നമ്മളെ വാപ്പാണ്ടുമാണ് പറയണം ഇൻഷാ അല്ലാഹ്, ബിഇസ്തിഗ്ഫാരി വലദിക ലക്. അന്റെ കുട്ടികളുണ്ടല്ലോ, അവര് നിസ്കാരത്തിന് ശേഷവും ഒഴിഞ്ഞു നിൽക്കുമ്പോഴും റമദാനിലും സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നിന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ്. നിന്റെ മക്കളുടെ പാപമോചനം വഴി നിനക്ക് സ്വർഗത്തിന്റെ ദറജ ഉയർത്തപ്പെടും. നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ യാത്രയിൽ നിന്നോ നമ്മുടെ പള്ളിക്കെന്നോ നമ്മൾ എവിടുന്നെങ്കിലും നമ്മുടെ വാപ്പാക്കുമ്മാക്കും അല്ലാഹുവേ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ വാപ്പാന്റെയും ഉമ്മാന്റെയും സ്വർഗത്തിന്റെ ദറജയാണ് വർദ്ധിക്കുന്നത്. നിങ്ങൾ നാളെ പരലോകത്ത് നിന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ നമ്മുടെ വാപ്പിമ്മയും നമ്മളെ അണച്ചു ചേർത്ത് പിടിച്ച് ഉമ്മ തന്ന്, കുട്ടിയെ എന്റെ പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വലിയ ദറജയ്ക്ക് എത്തിയത് എന്ന് നമ്മളോട് സന്തോഷ വാർത്ത പറയുന്ന മഹനീയമായ അനുഭവം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ പ്രാർത്ഥിക്കണം, പാപമോചനം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയണേ, നമ്മുടെ ഈ ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട സമയമല്ലേ, ആ സമയത്ത് നമ്മൾക്ക് ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പറഞ്ഞു. ഞാനൊരു ഖത്തീബ് എനിക്കറിയാം, അദ്ദേഹം ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞ് രണ്ടാമത്തെ ഖുത്ബന്റെ ഇടയ്ക്ക് ഒരു 10 സെക്കൻഡ് ഇരുത്തല്ലേ, ആ സെക്കൻഡിൽ പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അദ്ദേഹം സ്ഥിരം പ്രാർത്ഥിക്കുക, റബ്ബി ഗഫിർലി വലിവാലിദൈ. അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ പാപങ്ങൾ പൊറുത്തു കൊടുത്തു തരണമേ. ഞാൻ അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ആ പ്രാർത്ഥന എന്നെ പ്രാർത്ഥിക്കണേ? അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ ഒന്നെണ്ണിയത് 2 ജുമഅയുടെ 2 ഖുത്ബക്കിടയിലുള്ള ചെറിയ സമയമാണ്. ആ സമയം എനിക്കും എന്റെ വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടാനും പാപങ്ങൾ പൊറുക്കാനും വേണ്ടിയാണ് ഞാൻ തേടുന്നത്. അതാണ് മക്കൾ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ വാപ്പാന്റെയും ഉമ്മാന്റെയും പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം. കാരണം നമ്മളല്ലാണ്ട് പറയാ, പടച്ചോനെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വന്നിട്ടുണ്ടാവും. എന്തേ കാരണം? അറിവ് കുറവായിരുന്നു. എങ്ങനെ അറിവ് കുറഞ്ഞത്? ആ കാലത്ത് നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യായിരുന്നു. നമ്മളെത്ര പഠിക്കാനോ, നമ്മളുടെ ഏസിയുള്ള പള്ളിക്കൊക്കെ വരാനോ, നമ്മുടെ സൗകര്യത്തിലുള്ള പള്ളിയിലേക്ക് എത്തിപ്പെടാനോ അവരോട് അവരുടെ ജീവിതത്തിൽ കഴിയില്ലായിരുന്നു. പക്ഷേ നമ്മളെ പഠിപ്പിച്ചു, പടച്ചോനെ ഞങ്ങൾ എങ്ങനെ ആക്കിയതിൽ അവർക്കാണ് പങ്ക്, നീ അവർക്ക് പുറത്തു കൊടുക്കണം. അപ്പൊ പ്രാർത്ഥനന്റെ കൂടെ ഇസ്തിഗ്ഫാർ വേറെ പറഞ്ഞു, അത് നമ്മൾ നിർവഹിക്കണം. മൂന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ. അവർ നമ്മളോട് പറഞ്ഞ കരാറുകൾ പൂർത്തീകരിക്കണം. വളരെ പ്രധാനമാണ്. ബാപ്പിമ്മിൻ നമ്മളോട് ചില കാര്യങ്ങൾ വസീയത്തായി പറഞ്ഞിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ സൂചന നൽകിയിട്ടുണ്ടാവും, ചില ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പം ഇൻഷാ അല്ലാഹ് എടാ ഞമ്മക്കങ്ങനെ ചെയ്യണട്ടോ എന്ന് കൂടിയാലോചിച്ചിട്ടുണ്ടാവും. ഈ കാര്യങ്ങളിൽ നമ്മളാൽ ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യണം. നമ്മളാ ചെയ്യാൻ പറ്റും. ഇപ്പൊ വാപ്പ വസീയത്തായി പറഞ്ഞു, എടാ ഇൻഷാ അല്ലാഹ് നമ്മള് സ്വത്തൊക്കെ ഓരിയക്കണ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ പള്ളിക്ക് അല്ലെങ്കിൽ ഹിഫ്ള് സ്ഥാപനത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു 1.5 സെന്റ് 5 സെന്റ് കൊടുക്കണം കേട്ടോ എന്നോട് പറഞ്ഞിക്കണ്. ചിലപ്പോ രേഖ ഒന്നുണ്ടാവില്ല, നമ്മക്കറിയാം നമ്മൾ പറഞ്ഞിക്കണ്. അത് പൂർത്തിയാക്കണം. മരിച്ച മാതാപിതാക്കളോട് മക്കൾ ചെയ്യേണ്ട കടമയാണത്. എടാ നമുക്ക് ആ ഭാഗത്ത് ഒരു കിണർ കുഴിച്ചെടുത്താലോ, നമ്മളെ കുറച്ച് പണിക്കാരുണ്ടല്ലോ, അവിടെ വെള്ളമില്ലാന്നാ തോന്നുന്നത്. ബാപ്പ അത് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞ് വാപ്പ മരിച്ചു. നമുക്ക് മനസ്സിലുണ്ട് വാപ്പാക്ക് അങ്ങനെ ഒരു പൂതിയുണ്ട്.
വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് കിണറൊഴിച്ചെടുക്കുന്ന വാപ്പാക്ക് പൂതിയുണ്ട്, അല്ലെങ്കിൽ യത്തീമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വാപ്പാക്ക് ഒരു പൂതി വാപ്പ പറഞ്ഞിനി, അല്ലെങ്കിൽ കുട്ടിയെ ഖുർആൻ പഠിക്കാൻ ഒരു സംവിധാനം തുടങ്ങുന്ന വാപ്പ പൂതി പറഞ്ഞു. ഇപ്പൊ നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്. ആ ദൗത്യം നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയണം. ചിലപ്പോ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ആരും നോക്കാത്ത ചില മനുഷ്യന്മാരുണ്ടാവും. ഇപ്പൊ ബാപ്പങ്ങനെ നമ്മളോട് പറയാൻ, മൂത്ത കുട്ടി, ഇളയ കുട്ടി, പെൺകുട്ടി, ആൺകുട്ടി ആരെക്കോട്ടെ, നമ്മളൊന്ന് പറയാൻ, എടാ നമുക്ക് നമ്മളെ കാലം കഴിഞ്ഞാലും ഓലെ കാര്യം നോക്കണം, ഓർക്ക് ആരും ഇല്ലട്ടോ, എടാ ഈ നോക്കാനട്ടടാ എന്ന് നമ്മൾ പറയുമ്പം ഇതൊന്നും എവിടെയെങ്കിലും ഒരു ആധാരത്തിൽ എഴുതിയ എഗ്രിമെന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മക്കറിയാം ബാപ്പ എളാമാന്റെ കുട്ടി അവർ അംഗവൈകല്യമുള്ള കുട്ടികളാണ്, ആരും ഇല്ലാത്തവരാണ്. എല്ലാ പ്രാവശ്യവും സ്കൂൾ തുറക്കാൻ നേരത്ത് വാപ്പ അവിടേക്ക് പോയാണ്ട് ബുക്കും സ്ലേറ്റും പെൻസിലും ഓൾക്ക് വാങ്ങിക്കൊടുക്കലുണ്ട്. അതെനിക്കറിയുമെങ്കിൽ സഹോദരങ്ങളെ, ബാപ്പാക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ, ഉമ്മാക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇവിടെ എന്താ സംഭവിക്കാറിയോ, ബാക്കി എല്ലാത്തിനും നമുക്ക് ഓർമ്മ ഉണ്ടാവട്ടെ. ഈ വിഷയത്തിൽ വരുമ്പം കാണാം ആരെങ്കിലും വന്നിട്ട്, വാടാ വാപ്പ അവിടുത്തെ ഒരു കുട്ടിക്ക് ഒരു 1.5 സെന്റ്, ബാപ്പാക്ക് അവസാന കാലത്ത് അല്ലെങ്കിൽ ഒരു അൾസിമേഴ്സ് വന്നിക്കണ്, അവസാന ടൈമിൽ ഇമ്മാക്ക് ഒരു അത്തം പിത്തം വർത്താനേനി, ഇമ്മാക്ക് അവസാന സമയത്തിൽ അന്തല്ലാത്ത വർത്താനം ഇടക്കിടക്ക് പറയും. എന്നാ പറഞ്ഞതിന്റെ ഇടക്ക് അവനാന്റെ കുട്ടി കിട്ടേണ്ട 5 സെന്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് ഉമ്മാക്ക് പ്രത്യേകിച്ച് അന്തം ഉണ്ടാവും ചെയ്യും. ഇത് കപടതയാണ്, അത് ചെയ്യരുത് സമയം. ബാപ്പാണ്ട് ഉമ്മാണ് ക്രൂരതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടാ പറഞ്ഞു, വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. അവർ നമ്മളെ പറ്റി പറയാൻ, ബാപ്പിയമ്മയായിട്ട് ആരാകട്ടെ, അവർ പറഞ്ഞ കരാറ് പൂർത്തീകരിക്കുന്നവരാണ്. കടം വീട്ടാനുള്ളത് വീട്ടണം. ബാപ്പിയമ്മയും പറഞ്ഞ നീയത്തുകൾ നമ്മളെ കൊണ്ട് പാലിക്കാൻ പറ്റുന്നത് അത്രയും പാലിക്കണം. നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ പാലിക്കണം. പ്രവാചകന്റെ അടുക്കലേക്ക് ഏതുവരെ നമ്മളെ വാപ്പിയമ്മയും എന്തെങ്കിലും ഇബാദത്ത് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ, പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സഹാബി വനിത വന്നു, ഇന്ന ഉമ്മി നദർതു അൻ തഹുജ്ജ, നബിയെ എന്റെ ഉമ്മ ഇക്കൊല്ല ഹജ്ജിന് പോണം നേർച്ച നേർന്നിരുന്നു. പക്ഷേ ഫലം തഹുജ്ജ ഹത്താ മാതത്, പക്ഷേ ഹജ്ജ് ചെയ്യുന്നതിന് മുന്നേ ഉമ്മ മരിച്ചുപോയി. ഉമ്മക്ക് നേർച്ച ഉണ്ടായിരുന്നു. അഫഹജ്ജ അൻഹാ, ഞാന് ആ ഹജ്ജ് പൂർത്തീകരിക്കണോ? മകളായ ഞാൻ പൂർത്തീകരിക്കണോ? മകനായ ഞാൻ പൂർത്തീകരിക്കണം? ഉമ്മാന്റെ ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, ഞങ്ങൾ ഹജ്ജ് ചെയ്തോലാണ്. ഉമ്മ അങ്ങനെ നേർച്ച നേർന്ന് ഇപ്രാവശ്യം ഹജ്ജിന് പോകണമെന്നുള്ളത്. പ്രവാചകന്റെ വാക്കെന്താ പറയുക, ഉമ്മാക്ക് വേണ്ടി നേർച്ച നേർന്ന ഹജ്ജ് നീ നിർവഹിച്ചോ. എന്നിട്ട് പ്രവാചകന്റെ വാക്കെന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് ചോദിച്ച വാക്ക്, അള്ളാഹുവിനോടുള്ള കരാറുകൾ നീ പൂർത്തീകരിക്കുന്നത് ഉമ്മയോടുള്ള കരാറുകൾ പൂർത്തീകരിക്കുക വഴിയാണ്. ഇതേപോലെയാണ് മറ്റൊരു സഹാബി എന്നിട്ട് ചോദിച്ചത്, നബിയെ എന്റെ അമ്മ 1 മാസം നോമ്പ് നോൽക്കാൻ വേണ്ടി നേർച്ച നേർന്നിരുന്നു. ആവർത്തിക്കട്ടോ, നേർച്ച നേർന്ന് നോമ്പോ പറയണ്, ഞാനത് പൂർത്തീകരിക്കണമോ? പ്രവാചകൻ പറഞ്ഞു പൂർത്തീകരിക്കണം. കാരണം ബാപ്പാന്റെ ഇമ്പാന്റെ കരാറാണ്, അത് പൂർത്തീകരിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അത് മറക്കരുത്. ഞാനിതിന് ഉമ്മമാരായ പെൺകുട്ടിയോട് പറയാൻ, ഉമ്മമാരെ, സഹോദരിമാരെ, ഇതിൽ നിങ്ങളും പങ്കാളിയാണ്. ഞാൻ എന്തിനങ്ങനെ ബോധപൂർവം പറഞ്ഞറിയോ? അവനാന്റെ വാപ്പാന്റെ ഇമ്മാന്റെയും കാര്യത്തിൽ എന്തെങ്കിലും വസിയത്തോതുണ്ടെങ്കിൽ, എന്തെങ്കിലും ദൗത്യ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നതിൽ ഒന്ന് സഹാബി വനിതയാണ്, മറ്റൊന്ന് സഹാബിയാണ്. അതേ ദൗത്യം നിങ്ങൾക്കുണ്ടാണ്. നിങ്ങൾ അതൊക്കെ ആൺകുട്ടിയാള് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ഒഴിവാകേണ്ടോലല്ല. ഇവിടെ വരുമ്പോഴോ, ഇവിടെ ഇക്കാക്കാന്റെ വാപ്പാന്റെ ഇമ്മാന്റെ വിഷയം വരുമ്പോ നിങ്ങൾ പറയും, അത് നിങ്ങളെ വാപ്പിയമ്മയല്ലേ, അത് ഞാനായിട്ട് ബന്ധമല്ല. അവിടുന്ന് എന്ത് പറയും, ഇന്നെ കെട്ടിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചല്ലേ, എനിക്ക് അവിടെയും ബന്ധമല്ല. അങ്ങനെ നിങ്ങൾ ആകരുത്. നമ്മളെ വാപ്പാന്റെ ഇമ്മാന്റെ കാര്യത്തിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കണം. നിങ്ങൾക്ക് ധാരണ ഉണ്ടാകണം. ഏതെങ്കിലും ഒരാളെ നോക്കാനോ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനോ എന്തെങ്കിലും വസീയത്ത് കൊടുക്കാനോ ബാപ്പിയമ്മയും പറഞ്ഞിട്ടുണ്ടോ, അത് പൂർത്തീകരിക്കാൻ നമ്മൾക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം, 4 വസിലത്തു റഹ്മില്ലത്തി ലാ തൂസല ഇല്ലാ ബിഹിമാ, വാപ്പിയമ്മയും വിളക്കി ചേർത്ത് കൊണ്ടുവന്ന ബന്ധങ്ങളെ മക്കളായ നമ്മളും വിളക്കി ചേർത്തി കൊണ്ടുവരണം. നിങ്ങളെ കഴിഞ്ഞ ഖുത്ബയിലെ നമ്മുടെ ഒരു കാര്യം ഖുത്ബന്റെ തുടക്കത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ? വലിയ തെറ്റ് ചെയ്ത ഒരു സഹാബി നബിനോട് വന്നിട്ട് ചോദിച്ച്, നബിയെ ഞാൻ വലിയ തെറ്റ് ചെയ്തു, എനിക്ക് അല്ലാഹു തൗബ ചെയ്തു തരുമോ? അതിലെന്താ പ്രവാചകൻ ചോദിച്ച്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോ അടുത്ത ചോദ്യം എന്താ?
അടുത്ത ചോദ്യം എന്താണ്? ഉമ്മാന്റെ ഏട്ടത്തിയും അനിയത്തിയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് എങ്കിൽ അവർക്ക് പുണ്യം ചെയ്താലും പാപമോചനം കിട്ടും. ഇതാണ് ഈ പറഞ്ഞ വിഷയം. ബാപ്പിമ്മി മരിച്ചാലേ വാപ്പാന്റെ ഏട്ടന്മാരി അനിയന്മാരി ഇമ്മാന്റെ കുടുംബക്കാരും ആ പദവിയിലേക്ക് എത്തിക്കാൻ അവരുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവണം. ചിലപ്പോ അകന്ന ചില കുടുംബം ഉണ്ടാവും, നമ്മളധികം പോലെ ഉണ്ടാവില്ല. ബാപ്പാന്റെ എളാമാന്റെ കുട്ടിന് അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്കറിയാം മഞ്ചേരി ഭാഗത്തായിരിക്കും, എളയൂര് ഭാഗത്തായിരിക്കും, കോഴിക്കോട് ഭാഗത്തായിരിക്കും. ബാപ്പര് കൊല്ലത്തിലൊരിക്കൽ പോണ്ടാവും. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ബാപ്പ പോയ പോലെ കൊല്ലത്തിലൊരിക്കലെങ്കിലും നമ്മളും കുടുംബവും പോയി, ഏട്ടനും മക്കളും കുടുംബവും പോയിട്ട് ആ ബന്ധം വിളക്കി ചേർക്കുക എന്നത് മതപരമായി അവരോട് ചെയ്യേണ്ട പുണ്യാണ്, ബാധ്യതയാണ്, ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യേണ്ട ദൗത്യാണ്. അഞ്ചാമത്തെ കാര്യം കൂടി പറയാൻ പ്രവാചകൻ പറഞ്ഞ വാക്ക് വഇക്റാമു സ്വദീഖിഹിമാ, ബാപ്പാന്റെ ഇമ്മാന്റെ കൂട്ടുകാരെ നിങ്ങൾ ആദരിക്കണം. ആ വാചകം മറക്കരുത് കേട്ടോ. കണ്ടെത്തണം എന്നല്ല, പോയി കാണണമെന്ന് മാത്രമല്ല, ആദരിക്കണം. എന്താ നിങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ മക്കയ്ക്ക് ഇങ്ങനെ പോവുകയാണ്. ഈ സംഭവം മനസ്സിന്ന് പോകരുത്, എന്താണ് ചെയ്യേണ്ടത് എന്നതിന്റെ ചെറിയ ഉദാഹരണമാണ്. മക്കയ്ക്ക് ഇങ്ങനെ പോവുകയാണ്, മരുഭൂമി കൂടെ പോകുമ്പോൾ ഒരു വ്യക്തിനെ കണ്ടു, അദ്ദേഹത്തോട് സലാം പറഞ്ഞു. അങ്ങോട്ടും കൊണ്ട് വർത്തമാനം പറയാൻ. വർത്തമാനം പറഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്താ പോണത്, അദ്ദേഹം മരുഭൂമി കൂടെ നടന്നിട്ടാ പോണത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തലയിൽ തലപ്പാവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അറബികൾ വെക്കുന്നത് പോലെ. അദ്ദേഹം ഒന്നും വെച്ചിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം വർത്തമാനം പറഞ്ഞതിന് ശേഷം ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി. എന്നിട്ട് ആ സാധു മനുഷ്യനെ ഒട്ടകപ്പുറത്ത് കയറ്റി അദ്ദേഹത്തിന് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ തലപ്പാവ് സമ്മാനമായി കൊടുത്തു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ആൾക്കാർ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് സാധാരണക്കാരനായ വെറും സാധുവായ ഒരു മനുഷ്യന് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ തലപ്പാവ് സമ്മാനമായി കൊടുക്കാൻ മാത്രം? വഇന്നഹും യർളൗന ബിൽ യസീർ, ചെറിയ സമ്മാനം കൊണ്ട് തന്നെ അദ്ദേഹം തൃപ്തിപ്പെടുമല്ലോ, അത്രയും പാവാണല്ലോ. അതിന് ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? ഇന്ന അബാ ഹാദാ കാന ബുദ്ദൻ ലിഉമർ ബിൽ ഖത്താബ്, ഇദ്ദേഹത്തിന്റെ ഉപ്പയും എന്റെ ഉപ്പയും തമ്മിൽ വലിയ ചങ്ങാതിമാരാണ് എന്നെനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. എന്റെ പാപ്പ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ സംസാരത്തിൽ ഞാൻ ഇടക്ക് അദ്ദേഹത്തിന്റെ ഉപ്പാനെ പറ്റി കേൾക്കാറുണ്ടായിരുന്നു. വാപ്പാന്റെ ചങ്ങായി അല്ലത്, വാപ്പാന്റെ ചങ്ങായിയുടെ മകനാണത്. ഒട്ടകപ്പുറത്ത് കയറ്റി സമ്മാനം കൊടുത്ത് ആദരിച്ചു. എന്നിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാണ് കേട്ടോ. മൻ അഹബ്ബ അൻ യുസല്ലി അൻ അബീഹി ഫീ ഖബരിഹി, ഖബറിൽ കിടക്കുന്ന ബാപ്പാക്കും ഉമ്മാക്കും ആർക്കെങ്കിലും ആശീർവാദങ്ങളും സന്തോഷങ്ങളും നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുസല്ലി അലൈഹി, ആ ബാപ്പാന്റെ ഇമ്മാന്റെ ചങ്ങാതിമാരെ അവർ ആദരിച്ച് ബഹുമാനിക്കട്ടെ. നമ്മളെ വീട്ടിൽ കല്യാണം വരും, ആരൊക്കെ വിളിക്കും? നമ്മൾ വിളിക്കും? ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ വരെ വിളിക്കും, അയലോക്കക്കാരെ, രാഷ്ട്രീയക്കാരെ, സംഘടനക്കാരെ, പള്ളിക്കമ്മിറ്റിക്കാരെ, മൗലവിനെ, ഖത്തീബിനെ ഒക്കെ വിളിക്കും. ബാപ്പാന്റെ ചങ്ങായിമാരെന്നുള്ള ലിസ്റ്റാണ് ഉണ്ടാക്കണം. ഉമ്മാന്റെ ചങ്ങായിമാർ ലിസ്റ്റ് ഉണ്ടാക്കണം. ലിസ്റ്റ് ഉണ്ടാക്കണോനെ ഖബറിൽ കിടക്കണ ബാപ്പാനിമ്മാനും ആദരിക്കണ മകനാകുള്ളൂ. ലിസ്റ്റ് ഉണ്ടാക്കണം, നേരിട്ട് പോയി വിളിക്കണം. വിളിക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. എന്തേ മോനെ വന്ന്? ഒന്നുമില്ല, ഞങ്ങൾ എന്റെ അപ്പാന്റെ ചങ്ങായിയാണ്, ഞങ്ങൾ നേരത്തെ വന്ന് കാണേണ്ടതായിരുന്നു. ഇക്കാക്ക വരണട്ടോ, ബാപ്പല്ലല്ലോ, നിങ്ങളൊക്കെയാണ് ഞങ്ങളെ കല്യാണം ബാക്കികൾ നടത്തേണ്ടത് കേട്ടോ. വീട്ടിൽ എന്തെങ്കിലും കുടിൽക്കൽ നടക്കുമ്പം, വീട്ടിൽ എന്തെങ്കിലും ഒരു ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പം, നോമ്പ് നടത്തുമ്പം ബാപ്പാന്റെ ഇമ്മാന്റെയും കൂട്ടുകാരന്മാരെയും കൂട്ടുകാരികളെയും നേരിട്ട് പോയി ക്ഷണിച്ച് അവരെ ആദരിച്ചു കൊണ്ടുവരൽ മതപരമായി വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ പുണ്യാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ വെറുതെ തത്വവാചകം ഉണ്ടാക്കിയല്ല. നമ്മളെ വാപ്പാനും ഇമ്മാന്റെയും കൂട്ടുകാർ നമ്മളെ എന്തുകൊണ്ടാണ് പറഞ്ഞറിയോ? നമ്മളെ വാപ്പിമ്മയും പല സമയത്തും ദുഃഖം വന്നപ്പോഴേ സാരല്ലടാ കുട്ടികൾ എന്റെ പെണ്ടാവും എന്ന് പറഞ്ഞ് ബലം കൊടുത്തോലെ ഓരായിരിക്കും. ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ സാരല്ലാണെന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ സാമ്പത്തികമായി സഹായിച്ചത് അവരായിരിക്കും. നമ്മളിപ്പോൾ ഈ ജോലിക്ക് ഒരു വേള പറഞ്ഞു കൊടുത്തത് അവരായിരിക്കും. നമ്മുടെ വാപ്പാന്റെയും ഇമ്മാന്റെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താങ്ങായി തണലായി നിന്നത് ഒരു വേള നമ്മൾ പോലും അറിയാതെ അവരായിരിക്കും.
ആ ബാപ്പാനിമാരെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അവരുടെ കൂട്ടുകാരെ നമ്മൾ ആദരിക്കുക. 5 കാര്യം: 1, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2, പാപമോചന പ്രാർത്ഥന മറക്കാതെ ചെയ്യണം. 3, അവർ പറഞ്ഞ കരാറുകൾ പൂർത്തീകരിക്കണം. 4, അവർ നിലനിർത്തിപ്പോന്ന ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം. 5, അവരുടെ കൂട്ടുകാരെ ആദരിക്കുകയും വേണം. ഇതുവഴിയാണ് നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നമ്മൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമകൾ. സഹോദരങ്ങളെ, അത് ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ പടച്ചവൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട് വലിയൊരു പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ നാട് മുഴുവൻ, ഇന്ത്യ രാജ്യത്ത് മുഴുവൻ മീഡിയകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ആക്രമണം നമ്മുടെ നാട്ടിൽ നടന്നു. അതിൻ്റെ സത്യം, അസത്യം, രാഷ്ട്രീയം, മതം ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമേ അല്ല. ഭാവിയിൽ ഇൻഷാ അല്ലാഹ് എല്ലാം തെളിയും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നു തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾക്കുണ്ടാകേണ്ട ഒരു നിലപാടുണ്ടാകണം. ആ നിലപാട് ഒരു അക്രമം വരുമ്പോണ്ടാണ് ഒരു നിലപാടല്ല, ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോണ്ടാണ് ഒരു നിലപാടല്ല. മറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു മനുഷ്യനായി കണ്ടിടന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യനായി കണ്ട് കുറേ കാലം ഒരുമിച്ച് കൂട്ടി കുറച്ച് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് കുടുംബത്തിൻ്റെ ഒപ്പം എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോവുക, സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒഴിഞ്ഞിരിക്കാനും വേണ്ടി പോവുക. ആ ആനന്ദത്തിനിടയിൽ വെടികൊണ്ട് മരിക്കുക, സാധു മനുഷ്യർ മരിക്കുക, കൊല്ലപ്പെടുക. ആ കൊല്ലപ്പെട്ട മുഴുവൻ വ്യക്തികളുടെയും സങ്കടങ്ങളിൽ, ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നമ്മളും പങ്കുചേരണം. കാരണം സാധു മനുഷ്യരാണവർ. അവരെയാണ് ഒന്നും ചെയ്യാത്ത, ഒരാളുടെ നേർക്ക് വിരൽ പോലും ചൂണ്ടാത്ത, ഒരാളോട് പോലും കയർത്ത് സംസാരിക്കാത്ത 10-20 ചില്ലാനം മനുഷ്യന്മാരെ കൊന്നു. ഇവിടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ബോധം പറയണം. അള്ളാഹു 7 വൻപാപങ്ങൾ പഠിപ്പിച്ചിടത്ത്, ഗുരുതരമായ പാപങ്ങൾ എണ്ണിയിടത്ത് പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, ഇന്ന മിൻ അഅ്ളമിൽ മആസി. പടച്ചോൻ ഈ ലോകത്ത് സൃഷ്ടിച്ച പാപങ്ങൾ ആയിരക്കണക്കിനുണ്ട്. പക്ഷെ വലിയ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഒഴിവാക്കാനാണത്. അതിനെപ്പറ്റി ചിന്തിക്ക പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതെന്താണ്? ഖത്ലുൻ നഫ്സ്, ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്, ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ സാധാ തെറ്റൊന്നല്ല, വമ്പിച്ച പാപാണ്. അയാള് കൊന്നവൻ ഹിന്ദി പറഞ്ഞു കൊന്നാലും, അറബി പറഞ്ഞു കൊന്നാലും, മലയാളം പറഞ്ഞു കൊന്നാലും, കൊന്നവൻ ഇസ്ലാമിൽ ആരായിക്കോട്ടെ ഇസ്ലാമിൽ വൻപാപം ചെയ്തവനാണ്. എന്ത് ചെയ്താലും നിരായുധരായ പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ച് കൊന്നവൻ ആരാകട്ടെ, അവൻ ഏത് ദൈവത്തിന്റെ പേര് പറഞ്ഞാലും, ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞാലും, ഏത് മുദ്രാവാക്യം വിളിച്ചാലും ഇല്ലെങ്കിലും, അതിന്റെ ഭാഷയോ ശൈലിയോ വ്യക്തിയോ മതമോ അല്ല പ്രശ്നം. അത് ഇസ്ലാം എന്ന മതത്തിൽ ലോകത്തെ വൻപാപങ്ങളിൽ ഒന്നാണ്. ചെയ്യാൻ പാടില്ല. മനസ്സുകൊണ്ട് പോലും, എന്നാലും എന്നുപോലും ചിന്തിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ഒരാൾ കൊന്നാൽ അതിന്റെ വിധി മതത്തിൽ എന്താണ്? നമ്മൾ ഏതെങ്കിലും മനുഷ്യൻ അകാരണമായി ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ, ഖുർആന്റെ ആയത്താണ്, ഖുർആനിന്റെ ആയത്ത്, ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 800 ചില്ലാനം കോടി മനുഷ്യരെ കൊന്നതിന്റെ കുറ്റാണ് പരലോകത്ത് കിട്ടുക. ഇങ്ങനെ പറഞ്ഞൊരു വേദഗ്രന്ഥം ഏതാണ്? ഇങ്ങനെ പറഞ്ഞ ഒരു
ആദർശമേതാണ്? ഒരാളെ കൊന്നവന് അവനെ അവന്റെ കുടുംബത്തിന് അനാഥാക്കിന്റെ കുറ്റല്ല ഉണ്ടാകുക. പിന്നെയോ ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നവന്റെ കുറ്റമാണ് പരലോകത്തുണ്ടാകുക. ഇതാണ് ദീൻ, ഇതാണ് മതം. എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമുണ്ട്. എന്ത്? വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ശാന്തമായി പോകുന്ന ഒരു പ്രദേശത്ത് നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്, നിങ്ങളുടെ ശബ്ദകോലാഹലം കൊണ്ട്, നിങ്ങളുണ്ടാക്കിയ സംഘം കൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരു നാടാക്കി, ഒരു പ്രദേശമാക്കി, ഒരു സ്ഥലമാക്കി നിങ്ങൾ അതിനെ മാറ്റരുത്. ഖുർആന്റെ ആയത്താണ്. ആര് ചെയ്തോട്ടെ കൂട്ടരെ, മതത്തിന്റെ കാര്യം പറയാൻ, മതത്തിന്റെ കാര്യം. ഒരു സ്ഥലത്ത് നമ്മൾ കാരണം ഒരു ഫിത്തനയോ ഫസാദോ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങോട്ട് ഖുർആനിന്റെ ആയത്ത് ഒന്നുകൂടി പറയാൻ, തിൽക്കദ്ദാറുൽ ആഖിറ, സ്വർഗത്തെ പറ്റി പറയാൻ, അതാകുന്ന വിശ്വാസികളെ സ്വർഗം. അടുത്ത വാക്കെന്തറിയോ? നജ്അലുഹ, സ്വർഗണ്ടാക്കിയ പടച്ചവൻ അതിനെ തയ്യാറാക്കി, ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത് അഹംഭാവവും ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്ന ആളുകളല്ലാത്തവർക്കേ സ്വർഗമുണ്ടാകുള്ളൂ. സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാത്തവർ ഒരു നാട്ടിൽ കലാപമുണ്ടാക്കിയവരാണ്, ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയവരാണ്, ഒരു നാട്ടിൽ വെടിയുതിർത്തവരാണ്, ആ നാട്ടിൽ കൊല ചെയ്ത ആളുകളാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് മരണപ്പെട്ടു പോയ മുഴുവൻ മനുഷ്യരുടെയും സങ്കടത്തിൽ നമ്മൾ പങ്കാളികളാകണം. അവിടെ ഖൈറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം മനസ്സിന്റെ ഒരു ലാഞ്ചന പോലും ഒരു മനുഷ്യനെ കൊന്നതിൽ മതം തിരിച്ച്, ജാതി തിരിച്ച്, ഭാഷ തിരിച്ച് വ്യത്യാസമുണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന പോലെയാണ്. സത്യങ്ങൾ ഭാവിയിൽ തെളിയട്ടെ, അക്രമികളെ പിടിക്കട്ടെ, ഏറ്റവും നീതിപൂർവമായ ശിക്ഷകൾ നടപ്പിലാക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അതോടൊപ്പം പാവപ്പെട്ട മരണപ്പെട്ടു പോയ മനുഷ്യർ, അവിടെ കൂടെ നമ്മൾ ഉണ്ടാകണം. ഇസ്ലാം പേരിലുള്ളതുപോലെ അസ്സീമിൽ നിന്നാണ്, സമാധാനത്തിൽ നിന്നാണ്. ആ സമാധാനമാണ് എന്നിൽ നിന്നും, നമ്മളിൽ നിന്നും, എല്ലാവരിൽ നിന്നും മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ടത്. അവിടെ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ അത് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മാതാപിതാക്കളുടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഭക്തിയുള്ള, തഖ്വയുള്ള നല്ല മക്കളാക്കിയ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ, പ്രവാസികൾ, ഈ നാട് വിട്ടു പോയ പല ആളുകളും നാഥാ നീ അവർക്കെല്ലാം സന്തോഷവും സമാധാനവും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.